ഡിവൈഎഫിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിലെ വിവിധ മെഡിക്കൽ കോളേജുകളിലും ഇതുപോലെയുള്ള ജില്ലാ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രി ഉൾപ്പെടെയുള്ള വിവിധ ആശുപത്രികളിൽ ഭക്ഷണം വിതരണം ചെയ്യുകയാണ്. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഈ ഭക്ഷണ വിതരണത്തിൽ ഒരു തലത്തിലുള്ള രാഷ്ട്രീയം കലർത്തലും ഇന്നുവരെ ഡിവൈഎഫ്ഐ നടത്തിയിട്ടില്ല. നിങ്ങളിപ്പോൾ കണ്ടല്ലോ, ഭക്ഷണപ്പൊതി കൊണ്ടുവരുന്നു, ഇവിടെ അഡ്മിറ്റായിട്ടുള്ള രോഗികൾ, അവരുടെ കൂട്ടിരിപ്പുകാർ അവരെല്ലാം വന്ന് ഭക്ഷണം വാങ്ങുകയാണ്. വരുന്നവരോട് നിങ്ങൾ ഏതെങ്കിലും പാർട്ടിയിൽപ്പെട്ടവരാണോ എന്ന് ഞങ്ങൾ ചോദിച്ചിട്ടില്ല. ഞങ്ങൾ ഈ ഭക്ഷണപ്പൊതി ശേഖരിക്കാൻ പോകുന്നത് ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുടെ വീട്ടിലുമല്ല. നമ്മുടെ നാട്ടിലെ എല്ലാ വീട്ടിലും കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി എല്ലായിടത്തും ഡിവൈഎഫ്ഐ സഖാക്കൾ പോകുന്നു. അവരെല്ലാം സന്തോഷത്തോടു കൂടി ഭക്ഷണം പൊതിഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പം ഡിവൈഎഫ്ഐയെ ഭക്ഷണം പൊതിഞ്ഞു കൊടുത്ത് ഏൽപ്പിച്ചാൽ അർഹരായവരുടെ കൈകളിൽ എത്തും എന്നുറപ്പ് ഈ നാടിനുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷക്കാലം ഒരു ദിവസം പോലും മുടങ്ങാതെ ഞങ്ങൾക്ക് ഈ പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. നിരവധി പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, കോവിഡ് കാലഘട്ടം, ആളുകൾ പുറത്തിറങ്ങാൻ മടിച്ച ഒരു കാലഘട്ടമായിരുന്നു. അന്നും കേരളത്തിലെ ഒരു ആശുപത്രിയിലും അഡ്മിറ്റായ ഒരാൾക്കും ഭക്ഷണം മുടക്കാൻ ഡിവൈഎഫ്ഐ തയ്യാറായിട്ടില്ല. നിപ്പയുടെ അതിഭീകരമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഭീതിതമായ ആ കാലത്തും ഭക്ഷണപ്പൊതി വിതരണം ചെയ്തു. പിന്നെ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള പ്രതിസന്ധി, ഇപ്പോൾ തൃശ്ശൂരിൽ ഞങ്ങളൊരു സഖാവ് കൊലയ്യപ്പെട്ടു. ആ കൊലയ്യപ്പെട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ആ പോസ്റ്റ്മോർട്ടം ടേബിളിൽ സഖാവിൻ്റെ മൃതശരീരം കിടക്കുന്ന, ആ തണുത്ത് വിറച്ച് കിടക്കുന്ന സന്ദർഭത്തിലും അദ്ദേഹത്തിൻ്റെ സഹസഖാക്കൾ, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ ഭക്ഷണപ്പൊതി ശേഖരിച്ച് ആ മെഡിക്കൽ കോളേജിൽ ഭക്ഷണം മുടക്കാതെ വിതരണം ചെയ്തു. സഖാവ് VS-ൻ്റെ ഭൗതിക ശരീരം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ, ആലപ്പുഴയിൽ പൊതുദർശനം വെച്ച സന്ദർഭത്തിൽ അന്നും ആലപ്പുഴയിൽ മെഡിക്കൽ കോളേജിൽ ഡിവൈഎഫ്ഐ ഭക്ഷണ വിതരണം പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിരവധിയായ പ്രതിസന്ധി ഉണ്ടായ ഘട്ടത്തിലും ഈ 10 വർഷത്തിനിടയിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയത് എല്ലാ വിഭാഗം ആളുടെയും പിന്തുണയാണ്. പിന്നെ ഇപ്പോൾ മുരളീധരൻ ആരോപിക്കുന്ന ആരോപണം, എനിക്കറിയില്ല എന്തിനാണ് അദ്ദേഹം ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് തുടർച്ചയായി ഈ പദ്ധതിയെ താറടിച്ച് കാണിക്കുക, ഈ പദ്ധതി ഒഴിവാക്കണം, ഇത് നിർത്തലാക്കും എന്നുള്ള ഒരു ധിക്കാരത്തിൻ്റെ ഭാഷയിൽ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡിവൈഎഫ്ഐ എന്തോ രാഷ്ട്രീയം കാണിക്കുന്നു എന്നാണ്. ഞങ്ങൾ കൊടിയെടുത്തിട്ട് ഈ ആശുപത്രിയിൽ പ്രകടനം നടത്തുന്നില്ല. വരുന്നവരോട് എന്തെങ്കിലും രാഷ്ട്രീയ പ്രസംഗം ഞങ്ങൾ നടത്തുന്നില്ല. പിന്നെ ലോകത്തെമ്പാടും വിവിധ സന്നദ്ധ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ സംഘടനകളെല്ലാം അവരുടെ ഐഡൻറ്റിറ്റി ഉപയോഗപ്പെടുത്തി തന്നെയാണ് ആ ഉത്തരവാദിത്തം അവർ നിർവഹിക്കുന്നത്. അത് അവരുടെ അവകാശമാണ്. പിന്നെ എന്താ സംഘടനയുടെ പേര് ഉപയോഗിക്കുന്നു, കൊടി ഉപയോഗിക്കുന്നു, രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയാണ്. മുരളീധരനോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, നിങ്ങളുടെ സർക്കാരിൻ്റെ പല പദ്ധതികളുണ്ടല്ലോ, എന്തിനാ പ്രിയദർശിനി എന്ന പേര് വെച്ചത്? എന്തിനാ ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോ അതിനകത്ത് ഉപയോഗപ്പെടുത്തിയത്? ഇപ്പം മുരളീധരൻ്റെ ബഹുമാനപ്പെട്ട പിതാവ്, മുൻ മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ പേരിൽ, കെ കരുണാകരൻ്റെ പേരിലാണല്ലോ പുതിയ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നത്. അത് രാഷ്ട്രീയമല്ലേ? ഇവിടെ ഡിവൈഎഫ്ഐക്കാർ നാട്ടിൽ നിന്ന് പൊതിച്ചോറ് ശേഖരിച്ച് കൊണ്ടുവരുമ്പോൾ ആ വാഹനത്തിൽ ഒരു കൊടി കെട്ടുന്നതാണോ ഇവിടെ രാഷ്ട്രീയം? അപ്പോൾ ഇതെല്ലാം അങ്ങേയറ്റം ഹീനമായ, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ചില പ്രസ്താവനകളാണ്. ഇതിനോട് കേരളീയ സമൂഹം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രതികരിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലും ഇന്ന് വരെ നടത്തിയിട്ടില്ല. ഞങ്ങൾ ഇന്നലെ വരെ നടത്തിയതുപോലെ, ഇന്ന് നടത്തിയതുപോലെ നാളെയും കേരളത്തിൽ എവിടെയെല്ലാമാണ് ഡിവൈഎഫ്ഐ ഭക്ഷണം വിതരണം ചെയ്യുന്നത് അവിടെയെല്ലാം ഭക്ഷണം വിതരണം ചെയ്യും. കൊടി ഉപയോഗിക്കും. ഒരു മുരളീധരനും ഒരു മന്ത്രിക്കും അത് തടയാൻ വേണ്ടി കഴിയില്ല. ഞങ്ങൾ അതിനോട് കൂടെ ചേർത്ത് പറയാം, ഞങ്ങൾ ഈ ഭക്ഷണത്തിൽ ഒരു രാഷ്ട്രീയവും കലർത്തിയിട്ടില്ല. ഭക്ഷണത്തിൽ രാഷ്ട്രീയം കലർത്തിയത്, ഈ വിശപ്പിൽ രാഷ്ട്രീയം കലർത്തിയത് മന്ത്രി മുരളീധരനാണ്. UDFൻ്റെ ഭാഗമായി വിജയിച്ചിട്ടുള്ള MLA G സുധാകരനാണ്. കോൺഗ്രസിൻ്റെ ഒരുപറ്റം സൈബർ കൂട്ടങ്ങളാണ്. ഞങ്ങളല്ല ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തിയത് എന്നാണ് അദ്ദേഹത്തോട് ഉറപ്പെടുത്താനുള്ളത്. ആശുപത്രിക്കുള്ളിൽ അധികാരം മന്ത്രിക്കാണോ എന്ന കാര്യത്തിൽ ഇവിടെ ആരെങ്കിലും തർക്കമുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, നിങ്ങളിപ്പോൾ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ പോയാൽ, ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ചില ബ്ലോക്കുകൾ തന്നെ ചില സന്നദ്ധ സംഘടന എടുത്തു കൊടുത്തി ആ സംഘടനയുടെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡിവൈഎഫ്ഐക്ക് 100 കണക്കിന് ആംബുലൻസുകളുണ്ട്. എന്താ പിന്നെ ഈ മന്ത്രി ഇതുപോലെയാണെങ്കിൽ നാളെ പറയൂലേ ഡിവൈഎഫ്ഐയുടെ ആംബുലൻസിൽ രോഗിയെ അങ്ങോട്ട് എത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഭക്ഷണം മാത്രമാണോ ഇവിടെ കൊടുക്കുന്നത്? ഓരോ ദിവസവും
നിരവധി ആശുപത്രികളിൽ 1000-ൽ കൂടുതൽ രക്തം ദാനം ചെയ്യുന്ന സംഘടന ഡിവൈഎഫ്ഐ. ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴും ഡിവൈഎഫ്ഐക്കാണ് ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്ത സംഘടനക്കുള്ള അവാർഡ് കിട്ടിയത്. അതാർക്കും നിഷേധിക്കാൻ വേണ്ടി കഴിയുമോ? നിങ്ങൾ ഈ മൈക്ക് കൊടുത്തിട്ട് ഈ ബ്ലഡ് ബാങ്കിൽ പോയി ചോദിക്കണം, ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ക്യാമ്പ് നടത്തിയത് ഏത് സംഘടനയാണ്? ഡിവൈഎഫ്ഐ ആണ്. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ പരിപാടിയുടെ ഭാഗമായിട്ട് രക്തം ദാനം ചെയ്തു എന്ന് പത്രത്തിൽ വന്നാൽ അത് തടയാൻ വേണ്ടി കഴിയുമോ? അപ്പോൾ സംഘടനയുടെ ഐഡന്റിറ്റിയെ മുരളീധരൻ എന്തിനാണ് ഭയപ്പെടുന്നത്? അതാ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. സംഘടനയുടെ ഐഡന്റിറ്റി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഈ 10 വർഷത്തിനിടയിൽ ഭക്ഷണ വിതരണത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു സംഘർഷമോ എന്തെങ്കിലും ഒരു കേസോ എന്തെങ്കിലും ഒരു ക്രമസമാധാന പ്രശ്നമോ കേരളത്തിലെ ഏതെങ്കിലും ആശുപത്രിയിൽ ഏതെങ്കിലും സ്റ്റേഷൻ പരിധിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? എവിടെയുമില്ല. ഭക്ഷണം സമാധാനപരമായി വിതരണം ചെയ്യുന്ന ഒരു കാര്യമല്ലേ? അതിൽ എന്തിനാണ് മണ്ണ് വാരിയിടുന്നത്? ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ അല്ലെങ്കിൽ അവരുടെ സന്നദ്ധ സംഘടനകൾ, അവരുടെ സ്പോൺസർഷിപ്പിലുള്ള മറ്റ് സംഘടനകളെല്ലാം തന്നെ ഇതുപോലെ ചെയ്യുന്നുണ്ട്. മുസ്ലിം ലീഗ് ചെയ്യുന്നുണ്ട്, സേവാഭാരതി ചെയ്യുന്നുണ്ട്, റോട്ടറി ക്ലബ്ബ് ചെയ്യുന്നുണ്ട്, വിവിധ ക്ലബ്ബുകൾ, സന്നദ്ധ സംഘടനകൾ, ഇവരൊക്കെ ചെയ്യല്ലേ? ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒന്നും സഹായമില്ലാതെ ഈ ഗവൺമെൻറ് എല്ലാ കാര്യം ഏറ്റെടുത്ത് നടത്താൻ കഴിയുമോ? ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാലിയേറ്റീവ് പ്രവർത്തനം നടന്നാരാ? അവരൊന്നും ഐഡൻറ്റിറ്റി ഉപയോഗിക്കുന്നില്ലേ? ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്ത സർക്കാരിൻ്റെ ഭാഗമായിട്ടാണോ രക്തം ദാനം നടക്കുന്നത്? കൂടുതൽ ആംബുലൻസിൽ സർവീസ് നടത്തുന്നത് എങ്ങനെയാണ്? അപ്പോൾ എന്തെല്ലാം തരത്തിൽ വിവിധ കമ്മ്യൂണിറ്റികളുടെ സഹായം ഉറപ്പുവരുത്തിയിട്ടല്ലേ ഒരു സർക്കാരിന് പോകാൻ കഴിയുക? അവരെല്ലാം ചേർത്ത് നിർത്തിയിട്ട് എല്ലാവർക്കും സൗകര്യപ്രദമായി ജീവിക്കാൻ സാധ്യമാവുന്ന ഒരു അന്തരീക്ഷം ഒരുക്കുകയല്ലേ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം? എന്തിനാണ് മുരളീധരൻ ഈ ഡിവൈഎഫ്ഐ കൊടുക്കുന്ന ഈ പൊതിച്ചോറിൽ മണ്ണ് വാരിയിടുന്നത്? അത് അങ്ങേയറ്റം അപലപിക്കേണ്ട ഒരു കാര്യമല്ലേ? മന്ത്രിയുടെ ഈ നീക്കത്തെ ഏത് തരത്തിൽ നേരിടാനാണ് ഡിവൈഎഫ്ഐ ഉദ്ദേശിക്കുന്നത്? ഡിവൈഎഫ്ഐ ഇന്ന് എങ്ങനെയാണോ ഭക്ഷണം വിതരണം ചെയ്തത് അതുപോലെ തന്നെ തുടർന്നും അങ്ങോട്ട് ചെയ്യും. ഡിവൈഎഫ്ഐയുടെ ഭക്ഷണ വിതരണം തടസ്സപ്പെടുത്താൻ ഒരു മന്ത്രിയെ കൊണ്ടും കഴിയില്ല. നിപ്പ കാലത്ത്, കോവിഡ് കാലത്ത്, മഹാപ്രളയത്തിൻ്റെ നാളുകളിൽ നിരവധി ആക്രമണങ്ങൾ ഡിവൈഎഫ്ഐ ഏറ്റുവാങ്ങേണ്ടി വന്ന നാളുകളിൽ ഒന്നും മുടങ്ങാത്ത ഭക്ഷണം ഈ മന്ത്രിയുടെ പ്രസ്താവന കൊണ്ട് മുടക്കാമെന്നത് അതൊരു വ്യാമോഹമാണ്. കേരളത്തിൽ ഡിവൈഎഫ്ഐ അതിൻ്റെ ഇന്നലകൾ കടന്നു വന്ന വഴികളുടെ ചരിത്രം നമുക്കറിയാം. തീർച്ചയായിട്ടും ഇതിനേക്കാൾ വലിയ വെല്ലുവിളികൾ അതിജീവിച്ചാണ് ഡിവൈഎഫ്ഐ മുന്നോട്ട് വന്നത്. ഡിവൈഎഫ്ഐയെ തടസ്സപ്പെടുത്താൻ ഒരു മുരളീധരനെ കൊണ്ടും കഴിയില്ല. ഈ നേരത്തെ ഈ മന്ത്രിക്ക് മുൻപായി ഇത്തരം പൊതിച്ചോറിനെതിരെ പ്രസ്താവന നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു. അതേ സ്വരത്തിലാണോ ഇപ്പോൾ മന്ത്രിയുടെ പ്രസ്താവന? രാഹുൽ മാങ്കൂട്ടത്തിന് അതേ സ്വരമാണോ ഇപ്പോൾ ഈ പൊതിച്ചോർ വിതരണത്തിൽ മന്ത്രിയുടേത്? അതായത് തങ്ങളെ കൊണ്ട് കഴിയാത്തത് വേറെ ആരും ചെയ്യണ്ട എന്നാണ് ഇവരുടെ എല്ലാം കാഴ്ചപ്പാട്. കാരണം വയനാട് ദുരന്തമുണ്ടായി, ഞങ്ങളവിടെ ഓടിയെത്തി ഒരുപാട് സന്നദ്ധ പ്രവർത്തനം നടത്തി. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ 25 വീടെങ്കിലും നിർമ്മിച്ചു കൊടുക്കും. 25 പറഞ്ഞിട്ട് 100 വീട് നിർമ്മിക്കാനാവശ്യമായ പണം അവിടെ സർക്കാരിൽ കൈമാറിയിട്ടാണ് ഡിവൈഎഫ്ഐ ആ പ്രവർത്തനം അവസാനിപ്പിച്ചത്. എന്നാൽ 30 വീട് നിർമ്മിക്കുമെന്ന് പറഞ്ഞ് കോടികൾ പിരിച്ചിട്ട് ഒരു വീട് പോലും നിർമ്മിക്കാത്ത യൂത്ത് കോൺഗ്രസ് അല്ലേ? യൂത്ത് കോൺഗ്രസ് എന്തെല്ലാം കാര്യത്തിൽ അഭിപ്രായം പറയും? ലഹരിക്കെതിരായി ഞങ്ങൾ ഇറങ്ങും എന്ന് പറയും. എവിടെയെങ്കിലും ഇറങ്ങിയതായിട്ട് കണ്ടിട്ടുണ്ടോ? ഇത്തരം ഏതെങ്കിലും സന്നദ്ധ പ്രവർത്തനം നമ്മൾ കണ്ടിട്ടുണ്ടോ? രക്തം ദാനം ചെയ്യുന്ന പരിപാടി ഏതെങ്കിലും ഫോട്ടോഷൂട്ടൊക്കെ കാണും, പക്ഷേ എണ്ണത്തിൻ്റെ കാര്യം പരിശോധിച്ചാൽ അവിടെയുണ്ടോ? നിങ്ങൾ പരിശോധിക്കണം. അപ്പോൾ യൂത്ത് കോൺഗ്രസിനെ കൊണ്ട് ഇതൊന്നും കഴിയില്ല. കേരളത്തിൽ ഒരു ദിവസം 40,000-ൽ കൂടുതൽ പൊതിച്ചോറ് ശേഖരിക്കാൻ യൂത്ത് കോൺഗ്രസിനെ കൊണ്ട് കഴിയുമോ? അപ്പോൾ തങ്ങളെ കൊണ്ട് കഴിയാത്ത കാര്യം ആരും ചെയ്യണ്ട എന്നാണ് അവർ ധരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു അംഗീകാരമുണ്ട്. കാരണം ലോക മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നു. ചില ആളുകൾക്ക് ഇത് സംശയമാണ്. സത്യം പറഞ്ഞാൽ ദ ഗാർഡിയനിൽ റിപ്പോർട്ട് വന്നു. ഗാർഡിയൻ റിപ്പോർട്ട് വന്നപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിങ്ങളെപ്പോലെ ചാനൽ പ്രവർത്തകർ എന്നെ വിളിച്ചു, ഇങ്ങനൊരു സംഭവം ഉണ്ടോ, ഇത് യാഥാർത്ഥ്യമാണോ എന്ന് ചോദിച്ചിട്ട്. ഞങ്ങൾ പറഞ്ഞു ഇങ്ങോട്ട് വാ, ഞങ്ങൾ കാണിച്ചു തരാം. അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും എറണാകുളത്തേക്ക് വന്നിട്ട് ഡൽഹിയിൽ നിന്ന് വിവിധ ഇടങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് ഇത് റിപ്പോർട്ട് ചെയ്ത് പോയില്ലേ? ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്ന വിധത്തിലൊരു പ്രവർത്തനമായിട്ട് ഇത് മാറിയില്ലേ? അപ്പോൾ ഇതിനോടുള്ള അസൂയാണ്, കുശുമ്പാണ്. തങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് മറ്റവർ ചെയ്യണ്ട, അങ്ങനെ ഒരു അംഗീകാരം ഡിവൈഎഫ്ഐ കിട്ടണ്ട എന്നാണ്. ഇത് ഡിവൈഎഫ്ഐക്ക് കിട്ടണ്ട എന്ന് പറയുമ്പോൾ ഡിവൈഎഫ്ഐക്ക് മാത്രമല്ല പരിക്കേൽക്കുന്നത്. ഇതുപോലെ ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന 40,000-ൽ കൂടുതൽ ആളുകൾ ഓരോ ദിവസവും ഉണ്ട്. അവർക്കാണ് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുക. അതുകൊണ്ട് ഗവൺമെൻറ് ഉപദേശിക്കുന്ന ആളുകളെല്ലാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.